Good morning, students. Hope you all are fine. And today we are going to see about utility analysis and indifference analysis. Okay, in the last class we have seen about what is utility and then what is cardinal approach and what is ordinal approach, everything. So I hope now you are very clear with that. Okay, so today we will see about the utility analysis and the indifference analysis. രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. I think this is not in your textbook, so just please note down all those points. Okay. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് യൂട്ടിലിറ്റി അനാലിസിസിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി മെഷേർഡ് കാർഡിനലി എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇൻഡിഫറൻസ് അനാലിസിസിൽ ഇറ്റ് കനോട്ട് ബി മെഷേർഡ്, ദ യൂട്ടിലിറ്റി കനോട്ട് ബി മെഷേർഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, യൂട്ടിലിറ്റി അനാലിസിസിൽ നമ്മളൊരു കമ്മോഡിറ്റീനെ വി ആർ ഡിവൈഡിങ് ഇൻ ടു നമ്പർ ഓഫ് യൂണിറ്റ്സ് ആൻഡ് അക്കോർഡിംഗ് ടു ദ കൺസംഷൻ ഓഫ് യൂണിറ്റ്സ് ഹൗ മച്ച് യൂട്ടിലിറ്റി ഈസ് ഡിറൈവ്ഡ് എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇൻഡിഫറൻസ് അനാലിസിസിൽ അവർ പറയുന്നത് തന്നെ എന്താണ്, യൂട്ടിലിറ്റി എന്ന് പറയുന്ന സംഭവം നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ദാറ്റ് ഈസ് ഇൻ ദി കാർഡിനൽ നമ്പേഴ്സ്. ഓക്കെ, 1 2 3 എന്ന് പറഞ്ഞിട്ട് ഇത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്ന കമ്മോഡിറ്റി നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ വി ആർ ഗെറ്റിംഗ് ദിസ് മച്ച് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ദിസ് മച്ച് ഓഫ് യൂട്ടിൽസ് എന്നുള്ളത് കൃത്യമായിട്ട് മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ബട്ട് വി ക്യാൻ ഓൺലി സേ ദി സാറ്റിസ്ഫാക്ടറി ലെവൽ എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുക. അതേപോലെ തന്നെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അവിടെ ദ മണി ഈസ് കോൺസ്റ്റൻറ്റ്. ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി നമ്മുടെ ഇൻഡിഫറൻസ് അനാലിസിസിൽ നമുക്ക് ഇൻകം എന്ന് പറയുന്നത്, മണി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ല എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ യൂട്ടിലിറ്റി അനാലിസിസിൽ ഡിസ്റ്റിങ്വിഷസ് ബിറ്റ്വീൻ ഇൻകം എഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. അത് രണ്ടും തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ്വിഷൻ അവിടെ സംഭവിക്കുന്നില്ല, ഡസ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ആണ്. പക്ഷേ നമ്മൾ ഇൻഡിഫറൻസ് അനാലിസിസിൽ നമ്മുടെ ഇൻകം എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇതിന് പകരം മറ്റേത് മേടിച്ചാൽ എന്തായിരിക്കും, അല്ലെങ്കിൽ ഈ ഫ്രൂട്ടിന് പകരം അനദർ ഫ്രൂട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്തായിരിക്കും, അതിൻ്റെ സാറ്റിസ്ഫാക്ടറി ലെവൽ എന്നുള്ളതൊക്കെ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും അതേപോലെ തന്നെ ഇൻകം എഫക്റ്റും നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ യൂട്ടിലിറ്റി അനാലിസിസിൽ ഇതൊന്നും തന്നെ നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നില്ല. ഡസ് നോട്ട് റെക്കഗ്നൈസ് ദ ഇൻറ്റർ ഡിപ്പെൻഡൻസ് of goods, and here complementarity and substitutability of goods നമ്മൾ എന്തായാലും റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഇവിടെ അത് രണ്ടും നമുക്ക് വരുന്നില്ല, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ഇല്ല, ഇൻകം എഫക്റ്റും ഇല്ല. അതേപോലെ തന്നെ യൂട്ടിലിറ്റി അനാലിസിസിൽ ലെസ് സയൻറ്റിഫിക് ആണ്, ഇവിടെ മോർ സയൻറ്റിഫിക് ആണ്. ആൻഡ് ദെൻ ഡീൽസ് വിത്ത് വൺ കമ്മോഡിറ്റി. ഇവിടെ നമ്മുടെ ഇൻഡിഫറൻസ് അനാലിസിസിൽ ഡീൽസ് വിത്ത് മോർ ദാൻ വൺ കമ്മോഡിറ്റി എന്നുള്ളതാണ്. ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ വെൽഫെയർ എഫക്റ്റ് ഓഫ് ദി സൊസൈറ്റി. അതേപോലെ ഇൻഡിഫറൻസ് അനാലിസിസിലാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് വെൽഫെയർ അനാലിസിസ് അല്ലെങ്കിൽ വെൽഫെയർ എഫക്റ്റ് ഓഫ് ദി സൊസൈറ്റി ഒരെണ്ണം ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ എഫക്റ്റ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ടു ദി സൊസൈറ്റി എന്നുള്ളതൊക്കെ നമ്മളിൽ മെഷർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബഡ്ജറ്റ് ലൈൻ. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ പ്രൈസ് ലൈൻ എന്ന് നമ്മൾ പറയാറുണ്ട്. സോ ഇത് എന്താണെന്നുണ്ടെങ്കിൽ it represents, just note down, it represents all the combinations of goods and services. It represents all the combinations of goods and services that a consumer may purchase, given current prices with his given income. It uses the concepts to analyze consumer choices. Okay, so what here the budget line represent എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഇൻകം, at what price we are going to buy the commodity എന്നുള്ളതാണ്. Okay, so it represents all the combinations of goods and services. അപ്പം നമ്മളവിടെ വി ആർ എന്താ പറയുക, ടു പ്രോഡക്ട്സ് ആണ് അല്ലെങ്കിൽ ടു കമ്മോഡിറ്റീസ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടു ഓർ മോർ സർവീസസ് ആണ് നമ്മൾ അവൈൽ ചെയ്യുന്നത്.
ഓക്കെ. ദ കൺസ്യൂമർ മെ പർച്ചേസ് ഗിവൻ കറൻറ്റ് പ്രൈസസ്. അപ്പോൾ അപ്പോഴത്തെ പ്രൈസസിനെ ബേസ് ചെയ്തിട്ടാണ്. So what the main thing is, we are doing all those things with the income with which what we have എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇൻകം എത്രയുണ്ടോ അതിനെ ബേസ് ചെയ്തിട്ടാണ് വിച്ച് കോമ്പിനേഷൻ that you are going to buy എന്നുള്ളത്. ഓക്കെ. നമ്മുടെ കയ്യിൽ ഒരു ഹയർ എമൗണ്ട് ഓഫ് ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ ദ മാക്സിമം കമ്മോഡിറ്റീസ് നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. സോ ഇവിടെ എങ്ങനെയാണെങ്കിൽ ഏത് ഗുഡ്സാണ് ഏത് സർവീസ് നമുക്കിവിടെ ചോയ്സസ് വരുന്നത് എന്തുകൊണ്ടാണ്? വെൻ ദർ ഈസ് എനി ലിമിറ്റഡ് റിസോഴ്സ് ഉള്ളത് കൊണ്ടാണ്. ആ ലിമിറ്റഡ് റിസോഴ്സ് എന്തായിരിക്കും? മിക്കതും ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിസോഴ്സസ് തന്നെയാണ് ലിമിറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇൻകം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മണി പവറാണ് അവിടെ കുറവ് വരുന്നത്. സോ അങ്ങനെ കുറവ് വരുമ്പോൾ ദർ ആർ ചാൻസസ് ടു ടേക്ക് ചോയ്സസ് എന്നുള്ള കാര്യമാണ് നമുക്ക് വരുന്നത്. ഓക്കെ. സോ അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഏതാണ് പോസിബിലിറ്റി, ദറ്റ് ഈസ് ഇറ്റ് ഷോസ് ദ ക്വാണ്ടിറ്റി ഓഫ് 2 goods bought at their fixed prices with available income. നമ്മുടെ കയ്യിൽ അവൈലബിൾ ഇൻകം യൂസ് ചെയ്തിട്ട് നമ്മൾ ഏത് എമൗണ്ടാണ് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമുക്കതിൽ കിട്ടുന്ന ആൻസർ എന്ന് പറയാം. ദാറ്റ് ഈസ് നോൺ ആസ് ദി ബഡ്ജറ്റ് ലൈൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ. നെക്സ്റ്റ് ഹെഡിങ് ഈസ് കൺസ്യൂമർ ഇക്വിലിബ്രിയം. അതാണ് നമ്മുടെ അടുത്ത പാർട്ട് എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കാം. ദ എയിം ഓഫ് എവറി കൺസ്യൂമർ ഈസ് ടു ഗെറ്റ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഫ്രം ദി ഗുഡ്സ് ടു ബി പർച്ചേസ്ഡ്. അല്ലേ? ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്യുന്ന വ്യക്തിക്ക് അയാളുടെ ഗോൾ എന്തായിരിക്കും? അയാൾ അച്ചീവ് ചെയ്യേണ്ട ഗോൾ എന്താണ്? മാക്സിമം പ്രോഫിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് when you take a customer or a consumer, so when he buy a product and if he consumes it, there is an aim, that is he has to get the maximum satisfaction from that commodity എന്നുള്ളതാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. Okay. So before explaining the consumer's equilibrium, let us make some assumptions. അപ്പോൾ കുറച്ച് അസംഷൻസ് നമുക്ക് തരുന്നുണ്ട്. അസംഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്താണ് എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് തിങ് ഈസ് എവറി കൺസ്യൂമർ ഹാസ് സ്കെയിൽ ഓഫ് പ്രിഫറൻസസ്. എല്ലാ കൺസ്യൂമറിനും നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? അവരവരുടെ പ്രിഫറൻസസിനുള്ള റൈറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ അക്കോർഡിംഗ് ടു യുവർ പ്രിഫറൻസ് യു ക്യാൻ ചൂസ്. ഇപ്പോൾ നമുക്കവിടെ ചോക്ലേറ്റും വെച്ചിട്ടുണ്ട്, ഐസ്ക്രീമും വെച്ചിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഐസ്ക്രീം ഇഷ്ടമില്ല, ചില ആൾക്കാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമില്ല. സോ വാട്ട് ഈസ് യുവർ പ്രിഫറൻസ് യു ക്യാൻ ഗോ വിത്ത്. ഹി ഹാസ് ഗിവൻ എമൗണ്ട് ഓഫ് ഇൻകം ടു സ്പെൻഡ്. നമ്മൾ ആ വ്യക്തിക്ക് നമ്മൾ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ളൊരു എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കണം. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ $200 നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. പ്രൈസസ് ഓഫ് ദി ഗുഡ്സ് ആർ ഗിവൻ ആൻഡ് ആർ കോൺസ്റ്റൻറ്റ്. നമ്മൾ കമ്മോഡിറ്റിയുടെ പ്രൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് കോൺസ്റ്റൻ്റ് ആണ്, അതിലൊരു മാറ്റം സംഭവിക്കില്ല. ഗുഡ്സ് ആർ ഹോമോജീനിയസ് ആൻഡ് ഡിവിസിബിൾ. ഗുഡ്സ് എന്ന് പറയുന്നത് സെയിം ടൈപ്പ് ഓഫ് ഗുഡ്സ് തന്നെയാണ് നമ്മൾ ഏകദേശം നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഡിവിസിബിൾ എന്നുള്ളതാണ്. ദി കൺസ്യൂമർ ഇസ് റേഷണൽ ആൻഡ് ട്രൈസ് ടു മാക്സിമൈസ് ഹിസ് സാറ്റിസ്ഫാക്ഷൻ. സോ ഇവിടെ കൺസ്യൂമർ എന്ന് പറയുന്നത് ഹി ക്യാൻ ചൂസ്, ഹി ക്യാൻ മേക്ക് ചൂസ് ഓഫ് ഇറ്റ്. ഓക്കെ, ഹി ക്യാൻ ചൂസ് ഇറ്റ്. അതേപോലെ തന്നെ എന്താ പറയുക, അയാൾക്ക് ആലോചിച്ച് ഏത് പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കണം എന്നുള്ള ചോയ്സ് നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. സോ വാട്ട് ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ ഡു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഏതെന്നാണ് കിട്ടുന്നത് അതായിരിക്കും അയാൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രാഫുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഗർ 8 ആണ്. ഇപ്പോൾ തൽക്കാലം പുതിയ ടെക്സ്റ്റ് അവൈലബിൾ അല്ല. സോ പഴയ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. പഴയ ടെക്സ്റ്റിൽ ഫിഗർ 8 ആണ് നമുക്ക് തന്നിട്ടുള്ള ഒരു നിങ്ങളുടെ ബുക്കിൽ തന്നിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത്. സോ അതിൽ കമ്മോഡിറ്റി എക്സിനെ കുറിച്ചിട്ടും കമ്മോഡിറ്റി വൈ അങ്ങനെ 2 കമ്മോഡിറ്റിയുടെ കോമ്പിനേഷൻസ് ആണ് നമുക്കവിടെ വരുന്നത്. സോ ഇൻ ദ ഗ്രാഫ് 3 ഇൻഡിഫറൻസ് കർവ്സ് ആർ ഗിവൻ, IC1, IC2 ആൻഡ് IC3 എന്നുള്ളത്.
These show combinations of two goods X and Y which give different levels of satisfaction to a consumer. ഈ 3 ഇൻഡിഫറൻസ് കർവും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഗുഡ് എക്സും ഗുഡ് വൈയും തമ്മിലുള്ള ദാറ്റ് ഇസ് 2 കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്സിൻ്റെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഒരു കൺസ്യൂമറിന് ഏത് കോമ്പിനേഷനാണ് തരുന്നത് എന്നുള്ളതാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എ ബി എന്ന് പറയുന്ന ലൈൻ ഇതിൽ വരുന്നത് ബഡ്ജറ്റ് ലൈനാണ്. ഇറ്റ് ഷോസ് വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് എക്സ് ആൻഡ് വൈ വിച്ച് ക്യാൻ ബി ബോട്ട് വിത്ത് ഹിസ് ഫിക്സ്ഡ് ഇൻകം. അതായത് അയാളുടെ കയ്യിലുള്ള ഇൻകം അതിൽ മാറ്റം വരുന്നില്ല. സോ ആ ഫിക്സ്ഡ് ഇൻകത്തിൽ ഇയാൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് കോമ്പിനേഷനാണോ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ തരുന്നത് അത് അയാൾ പർച്ചേസ് ചെയ്യും. Given the money income to spend and the prices of the two goods, the consumer can buy any combination of X and Y which lies on the budget line AB. ബഡ്ജറ്റ് ലൈൻ എ ബിയിൽ തന്നിട്ടുള്ള ഏത് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് എക്സ് ആൻഡ് വൈയിൽ വരുന്ന ഏത് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് വേണമെന്നുണ്ടെങ്കിലും ഇയാൾക്ക് പർച്ചേസ് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, all the combinations on AB, that is on the budget line, cost the consumer the same amount of money. ഏത് combination, whether if you are selecting that is AB or AB, B and C or A and C, ഏത് കോമ്പിനേഷൻ ആണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതിനെല്ലാത്തിനും ദ സെയിം എമൗണ്ട് ആണ് വരുന്നത്. ഇൻ ഓർഡർ ടു മാക്സിമൈസ് ഹിസ് satisfaction, the consumer will try to reach the highest possible indifference curve, but he cannot reach IC3 എന്നുള്ളതാണ്. This is because he has only limited income. അപ്പോൾ ഇവിടെ വരുന്നത് IC1ഉം IC2ലാണ് ഇയാൾക്ക് എന്തെങ്കിലും കോമ്പിനേഷൻ മാറ്റി പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. IC3 എന്ന് പറയുന്ന കോമ്പിനേഷനിലേക്ക് ഇൻഡിഫറൻസ് കർവ് 3യിലേക്ക് പോകുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഹയർ ഇൻകം ഉണ്ടായാലേ നമുക്കത് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ വിച്ച് ഇൻകം ഗിവ്സ് ദി മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള കോമ്പിനേഷനാണ് നമുക്കിതിൽ വരുന്നത്. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി വിൽ ടെസ്റ്റ് ഈച്ച് പോയിൻറ്റ്. Take C first. We find that C lies on a lower indifference curve എന്നുള്ളതാണ്. That is IC1ൽ. So it is not the point of equilibrium. This is because he can get more satisfaction with the same amount of money. So അതിനേക്കാളും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ IC2ൽ കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ്. സിമിലർലി എഫ് എന്ന് പറയുന്നത് ഓൾസോ ലൈ ഓൺ ലോവർ ഇൻഡിഫറൻസ് കർവ് എന്നുള്ളതാണ്. സോ ഇറ്റ് ഓൾസോ ഡസ് നോട്ട് ഗിവ് മാക്സിമം പോസിബിൾ സാറ്റിസ്ഫാക്ഷൻ. പിന്നെ കിടക്കുന്നത് IC1 ആണ്. IC1ലും നമുക്ക് എന്തില്ല, ഏറ്റവും ലോവർ ലെവലിലാണ് കിടക്കുന്നത്, അവിടെയും മാക്സിമം സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ നൗ ലുക്ക് അറ്റ് പോയിൻറ്റ് ഇ. ദിസ് ലൈസ് ഓൺ ദി ബഡ്ജറ്റ് ലൈൻ. ഈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ലൈനിലാണ് അത് മാർക്ക് ചെയ്തിട്ടുള്ളത്. This lies on the budget line and also on the highest possible indifference curve IC2. So E ആണ് നമ്മുടെ point of equilibrium എന്ന് പറയുന്നത്. At point E, the budget line AB is tangent to the indifference curve IC2 എന്ന് പറയുന്നത്. Thus we can say that with given income and the price of goods, the consumer will get maximum satisfaction at point E എന്നുള്ളതാണ്. സോ ബഡ്ജറ്റ് ലൈനും നമുക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന കർവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കർവ് ദറ്റ് ഇസ് IC2 ആണ് വരുന്നത്. IC1 നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും താഴെയാണ്. IC3 എന്ന് പറയുന്നത് ഹയർ ലെവൽ ഇൻകം ഉണ്ടായാലേ നമുക്കത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ഇൻകത്തിന് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നത് ഏതാണോ അത് പോയിൻറ്റ് ഇ എന്ന് പറയുന്ന ഇക്വിലിബ്രിയം ദാറ്റ് ഈസ് ബഡ്ജറ്റ് ലൈനിൽ ക്രോസ് ചെയ്യുന്നത് ഏതാണോ അതാണ് നമുക്ക് ഏറ്റവും പോസിബിളായിട്ടുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഇൻകം എഫക്റ്റിനെ കുറിച്ച് പറയാം. ഇൻകം എഫക്റ്റ് ഓർ ചേഞ്ച് ഇൻ ഇൻകം ആൻഡ് ഇൻകം കൺസംഷൻ കർവ് എന്നുള്ളതാണ്. സോ ഇവിടെ ഇൻകം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ എന്താണ്, ഇൻകത്തിൽ നമുക്ക് മാറ്റമില്ല. ഇൻകം എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്.
ഓക്കെ, ആ ഇൻകം ഫിക്സ്ഡ് ആക്കി വെച്ചിട്ടാണ് നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയത് ഏതാണോ അത് അതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ ഇവിടെ ഇപ്പോൾ ഇൻകത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ മാറാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യമാണ് അതിൽ പറയുന്നത്. ഓക്കെ, ഇൻ ദ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് വി ഹാവ് മെയ്ഡ് 2 assumptions. One assumption is that the income of the consumer remains constant. അപ്പോൾ ആദ്യത്തേതിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഇൻകം ഓഫ് ദി കൺസ്യൂമർ അവിടെ കോൺസ്റ്റൻ്റ് ആണ്, അവിടെ ചേഞ്ച് വരുന്നില്ല. ദ സെക്കൻഡ് അസംഷൻ ഇസ് ദാറ്റ് ദ പ്രൈസസ് ഓഫ് 2 goods റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഇൻ റിയാലിറ്റി ദീസ് അസംഷൻ ഡു നോട്ട് ഹോൾഡ് ഗുഡ്സ് എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ അസംഷനിൽ എന്താ പറയുന്നത്, പ്രൈസസ് ഓഫ് 2 goodsഉം റിമെയിൻസ് കോൺസ്റ്റൻറ്റ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ രണ്ടത്തിലും നമുക്ക് ഗുഡ്സ് വരുന്നില്ല. This means that these assumptions can change in reality. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ മാറ്റം വരാം. Changes in income and price will affect means that these assumptions that the consumers equilibrium. Changes in income സംഭവിക്കാം and price will affect the consumers equilibrium എന്നുള്ളതാണ്. ഒരു നമ്മുടെ ഇൻകം ലെവലിൽ മാറ്റം വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള കോമ്പിനേഷനിലേക്ക് നമ്മൾ പോകും. സോ വാട്ട് എവർ ഇൻകം വി ഹാവ് ടു സ്പെൻഡ് എന്നുള്ള കാൽക്കുലേഷനാണ് നമുക്ക് ഫസ്റ്റ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ ലെറ്റ് us ഫസ്റ്റ് അനലൈസ് ഹൗ ഇൻകം ചേഞ്ചസ് വിൽ എഫക്റ്റ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം പ്രൈസ് എന്നുള്ളതാണ്. ഒരു പേഴ്സൻ്റെ ഇൻകത്തിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അയാളുടെ ഇക്വിലിബ്രിയം, ഓക്കെ, ഇക്വിലിബ്രിയം കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയത്തിൽ എങ്ങനെയാണ് മാറ്റം വരുന്നത് എന്നുള്ള കാര്യമാണ്. ഇഫ് കൺസ്യൂമേഴ്സ് ഇൻകം ഓർ ബഡ്ജറ്റ് ഇൻക്രീസസ് ഓർ ഡിക്രീസസ്, കൺസ്യൂമറിൻ്റെ കയ്യിലുള്ള ഇൻകം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇൻക്രീസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഡിക്രീസ് ചെയ്യാം. ഹിസ് ബഡ്ജറ്റ് ഓർ ഇൻകം ലൈൻ വിൽ ഓൾസോ ചേഞ്ച്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ബഡ്ജറ്റ് ലൈനിൽ മാറ്റം വരും. ഇഫ് ഇൻകം ഇൻക്രീസസ് ദ ബഡ്ജറ്റ് ലൈൻ വിൽ ഷിഫ്റ്റ് അപ്വേർഡ്സ്. ഇഫ് ഇൻകം ഡിക്രീസസ് ദ ബഡ്ജറ്റ് ലൈൻ വിൽ ഗോ ഡൗൺവേർഡ്സ് എന്നുള്ളതാണ്, വിൽ ഷിഫ്റ്റ് ഡൗൺവേർഡ്സ്. അപ്പോൾ 2 ചേഞ്ചസ് ആണ് അതിൽ വരുന്നത്. ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ലൈനും ഇൻക്രീസ് ചെയ്യും. ഇൻകം ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ലൈനും ഡിക്രീസ്ഡ് ആവും എന്നുള്ളതാണ് വരുന്നത്. അവിടെ ഡൗൺവേർഡ് ഷിഫ്റ്റ് ആയിരിക്കും സംഭവിക്കാം. Hence there is no change in the slope of the budget line. അപ്പോൾ ഇൻകം മാറുന്നതിനനുസരിച്ച് ബഡ്ജറ്റ് ലൈനിൽ മാറ്റം വരും, പക്ഷെ എന്നാലും അതിൻ്റെ സ്ലോപ്പിന് അവിടെ മാറ്റം വരുന്നില്ല എന്നുള്ളതാണ് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. Let us see why the slope of the budget line does not change when the income changes എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. Okay, suppose the income of the consumer increases from rupees 1000 to rupees 1500. That is 50% increase ആണ് അവിടെ വന്നിട്ടുള്ളത്. The price per unit of X and Y is 25 and rupees 10 respectively. Now he can buy 60 units of X additional 20 units which is 50%. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇൻകം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അഡീഷണൽ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും എന്നുള്ളതാണ്. ദാറ്റ്സ് വെൻ ദ ഇൻകം ഓർ ബഡ്ജറ്റ് ഇൻക്രീസസ് ബൈ 50%, ഹി ക്യാൻ ബൈ 50% മോർ ഓഫ് ബോത്ത് കമ്മോഡിറ്റീസ്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കമ്മോഡിറ്റി ഇൻക്രീസ് ചെയ്ത് മേടിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ കമ്മോഡിറ്റി എക്സും കമ്മോഡിറ്റി വൈയും ഈക്വലായിട്ട് തന്നെ നമുക്ക് ഇൻക്രീസ് ചെയ്ത് മേടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും എന്ത് വരില്ല, there will be no change in the slope of the budget line. കാരണം ഒന്നെങ്കിൽ നമ്മൾ എക്സ് കൂടുതൽ മേടിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ എക്സും വൈയും ഒരേപോലെ തന്നെ ഇൻക്രീസ് ചെയ്ത് മേടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ബഡ്ജറ്റ് ലൈനിൽ വലിയ മാറ്റങ്ങളോ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. The curve that indicates the nature of change in income and the direction of change in quantity of commodities purchased or demanded is known as income consumption curve എന്നുള്ളത്. അതായത് ഏത് കർവാണോ ഈ നേച്ചർ ഓഫ് ചേഞ്ച് ഇൻ ഇൻകം ആൻഡ് ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി രണ്ടും നമുക്ക് കാണിക്കുന്നത് ഈ കമ്മോഡിറ്റീസ് പർച്ചേസ്ഡ് ഓർ ഡിമാൻഡഡ്, അതിനെയാണ് നമ്മൾ ഇൻകം കൺസംഷൻ കർവ് എന്ന് പറയുന്നത്.
സോ ഇവിടെ ഇൻക്രീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻക്രീസ് കൺസംഷനിലും വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണിക്കുമ്പോഴാണ്, ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ വരുമ്പോഴാണ് നമുക്കത് ഇൻകം കൺസംഷൻ കർവായിട്ട് മാറുന്നത്. ഓക്കെ, ഇനിയുള്ളത് ഇൻകം കൺസംഷൻ കർവ് ആൻഡ് ദ നേച്ചർ ഓഫ് ദി കമ്മോഡിറ്റി, അതാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നേച്ചർ ഓഫ് കമ്മോഡിറ്റിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് സംഭവിക്കുക എന്നുള്ളത്. ദ എഫക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇൻകം ഓൺ ദ കൺസംഷൻ ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഇറ്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓർ ഈവൻ ന്യൂട്രൽ. അപ്പോൾ അവിടെ നമുക്ക് ചേഞ്ചസ് ഇൻ ഇൻകം ഓൺ ദി കൺസംഷൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കമ്മോഡിറ്റീസിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിരിക്കും സംഭവിക്കാം. ചിലപ്പോൾ ഒരു കമ്മോഡിറ്റി മാത്രം മേടിക്കാം, ചിലപ്പോൾ എല്ലാ കമ്മോഡിറ്റീസും അയാൾ പർച്ചേസ് ചെയ്യാം ഇൻകം കൂടിക്കഴിഞ്ഞാൽ, ചിലപ്പോൾ മേടിക്കാതെ മേടിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് സംഭവിക്കാം. ചിലപ്പോൾ ഒന്നത്തിലും മാറ്റം വരില്ല, ആൾ യൂഷ്വലായിട്ട് പർച്ചേസ് ചെയ്യുന്ന രീതിയിൽ തന്നെ പർച്ചേസ് ചെയ്ത് പോവാം. ഇൻകം കൂടിയത് കൊണ്ട് വലിയ മാറ്റമൊന്നും സംഭവിക്കണം എന്നില്ല. അപ്പോൾ പോസിറ്റീവായിട്ടും വരാം, നെഗറ്റീവായിട്ടും വരാം, ന്യൂട്രലായിട്ടും ആ ചേഞ്ച് പോകും എന്നുള്ളതാണ്. ഓക്കെ, ദ ഇൻകം എഫക്റ്റ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് പോസിറ്റീവ് എന്ന് പറയുന്നത് when the consumer purchases more of the commodity with the increase in income. എപ്പോഴാണ് നമ്മൾ പോസിറ്റീവ് എന്ന് പറയുന്നത്? അയാളുടെ ഇൻകത്തിൽ വെൻ ഹി ഹാസ് സം ഇൻക്രീസ്, ആ ഇൻക്രീസ് കൊണ്ട് കൂടുതൽ അയാൾ കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്നതാണ് പോസിറ്റീവ് ചേഞ്ച് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ദിസ് ഈസ് നോർമൽ ഗുഡ്. ഇഫ് ഇൻകം എഫക്റ്റ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് നെഗറ്റീവ്, it will mean that the consumer purchases less of that good as the income increases. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഇൻകം കൂടുതലായാലും ആൾ ചിലപ്പോൾ അയാൾ പർച്ചേസ് ചെയ്യുന്ന കമ്മോഡിറ്റിയിൽ കുറവായിരിക്കും പർച്ചേസ് ചെയ്യുക, കൂടുതലല്ല. അതിനെയാണ് നമ്മൾ നെഗറ്റീവ് എഫക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. സച്ച് ഗുഡ്സ് എന്ന് പറയുന്നത് ഇൻഫീരിയർ ഗുഡ്സ് ആയിരിക്കാം. എക്സാമ്പിൾസ് ആർ മെയ്സ്, ജോവർ, വജ്ര, low quality clothes, etc. When the income of the consumer increases, he likes to spend more on normal goods and less on inferior goods. സാധാരണ നമ്മൾ ഇൻകം കുറയുമ്പോൾ നമ്മൾ ഏറ്റവും ഇൻഫീരിയർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ വെൻ ദി ഇൻകം ഹാസ് ബീൻ ഇൻക്രീസ്ഡ്, മോർ ഓഫ് ദി ഇൻഫീരിയർ ഗുഡ്സ് പർച്ചേസ് ചെയ്യണമെന്നില്ല, അയാളുടെ തോട്ട് മാറിയേക്കാം. അപ്പോൾ എന്തായാലും ഇൻകം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, സോ ദാറ്റ് കുറച്ചും കൂടി മെച്ചപ്പെട്ട ഗുഡ്സ് ഞാൻ പർച്ചേസ് ചെയ്താൽ എന്താ എന്നുള്ളത് ചിലപ്പോൾ തോന്നിയേക്കാം. അപ്പോൾ അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യും? ഇൻഫീരിയർ ആയിട്ടുള്ള ഗുഡ്സ് വളരെ കുറവായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. കാരണം ആ മണിയും കൂടി അയാൾ സേവ് ചെയ്തിട്ടാണ് ഹി ഈസ് ഗോയിങ് ടു ബൈ എ ന്യൂവർ വൺ ഓർ ദി ബെറ്റർ വൺ എന്നുള്ളതാണ്. ഓക്കെ, അതാണ് നമുക്ക് നെഗറ്റീവ് എഫക്റ്റിൽ വരുന്നത്. ആൻഡ് ദെൻ ദാറ്റ് ഈസ് ഹി സബ്സ്റ്റിറ്റ്യൂട്ട്സ് സുപ്പീരിയർ ഗുഡ്സ് ഇൻ പ്ലേസ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ്. അപ്പോൾ ഇവിടെ എന്ത് മാറ്റമാണ് വരുന്നത്? നെഗറ്റീവെന്ന് നമുക്ക് ആക്ഷേപിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇൻഫീരിയർ ഗുഡ്സ് അയാൾ കുറച്ച് പർച്ചേസ് ചെയ്തിട്ട് നോർമലിനേക്കാളും കുറവ് പർച്ചേസ് ചെയ്തിട്ട് കുറച്ചും കൂടി എമൗണ്ട് സേവ് ചെയ്തിട്ട് ഹീ ഈസ് ഗോയിങ് ടു സ്പെൻഡ് ഓൺ ദി നോർമൽ ഗുഡ്സ്. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സുപ്പീരിയർ ആയിട്ടുള്ള ഗുഡ്സ് പർച്ചേസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇനി നെഗറ്റീവ് ഇൻകം എഫക്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. സോ അതിൻ്റെ ഗ്രാഫും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. വെൻ ഗുഡ് എക്സ് ഇസ് ഇൻഫീരിയർ, ഓക്കെ, എക്സ് എന്ന് പറയുന്ന ഗുഡ് ഇൻഫീരിയർ ആണ് എന്ന് വിചാരിക്കാം. In the graph, the ICC begins to move towards y-axis on which we measure good y. This shows that after a certain point, the consumer purchases less of good x and purchases more and more of good y as the income increases. Here, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. നമുക്ക് എക്സും വൈ ഉണ്ടെന്ന് വിചാരിക്കാം. എക്സ് എന്ന് പറയുന്നത് ഇൻഫീരിയർ ആണ്. പക്ഷേ ഒരു പേഴ്സൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി കൂടുതൽ പർച്ചേസ് ചെയ്യില്ല. അത് കുറച്ചും കൂടി കുറവായിരിക്കും, നോർമലിനേക്കാളും കുറവായിരിക്കും അയാൾ പർച്ചേസ് ചെയ്യാം. കാരണം അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടും കൂടി സേവ് ചെയ്തിട്ട് ഹീ ഈസ് ഗോയിങ് ടു സ്പെൻഡ് ഓൺ കമ്മോഡിറ്റി വൈ എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ഇനി വെൻ ഗുഡ് വൈ ഈസ് ഇൻഫീരിയർ. ഇപ്പോൾ നമ്മൾ എക്സിനാണ് ഇൻഫീരിയർ എന്ന് പറഞ്ഞാൽ വൈ ആണ് ഇൻഫീരിയർ എന്നുണ്ടെങ്കിൽ വെൻ ഗുഡ് എക്സ് ഇസ് നോർമൽ ആൻഡ് ഗുഡ് വൈ ഈസ് ഇൻഫീരിയർ, ദ ICC വിൽ സ്ലോപ്പ് ടുവേർഡ്സ് എക്സ്.
അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിഫറൻസ് കർവ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് കമ്മോഡിറ്റി ആണോ ഇൻഫീരിയർ എന്ന് പറയുന്നത് അതിലേക്കാണ് അത് ചാഞ്ഞ് നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്കിതിൻ്റെ നെഗറ്റീവ് എഫക്റ്റ് നമുക്ക് വരുന്നത്. ഇനി അതേപോലെ തന്നെ ദ പ്രൈസ് എഫക്റ്റ് ഓർ ചേഞ്ച് ഇൻ പ്രൈസ്. ഇപ്പോൾ നമ്മൾ ഇൻകം എഫക്റ്റാണ് നമ്മൾ നോക്കിയത്. ഇനി കമ്മോഡിറ്റിയുടെ പ്രൈസിൽ എന്തെങ്കിലും മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ വരുന്നത് പ്രൈസ് കൺസംഷൻ കർവാണ്. നേരത്തെ നമുക്ക് വന്നത് എന്താണ്? ഇൻകം കൺസംഷൻ കർവാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് വരുന്നത് പ്രൈസ് കൺസംഷൻ കർവാണ്. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ റിമെയിൻസ് ദ സെയിം. ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സൻ്റെ ഇൻകത്തിൽ ഒരു മാറ്റം സംഭവിക്കാനില്ല, പക്ഷേ കമ്മോഡിറ്റിയുടെ പ്രൈസിലാണ് ചേഞ്ച് സംഭവിക്കുന്നത്. When the price of one commodity changes, the equilibrium of the consumer also changes. നമ്മൾ നേരത്തെ എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ നോക്കി. അപ്പോൾ ഇതിൽ നമുക്ക് വരുന്നത് when the price of one commodity changes, എക്സ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ പ്രൈസിൽ എന്തെങ്കിലും മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് മാറും എന്നുള്ളതാണ്. ദി സ്ലോപ്പ് ഓഫ് ദി ബഡ്ജറ്റ് ലൈൻ ഓഫ് ദി കൺസ്യൂമർ ഓൾസോ ഷിഫ്റ്റ്. വെൻ ദി പ്രൈസ് ഓഫ് ദി ഗുഡ്സ് ഫാൾസ്, ദി റിയൽ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഇൻക്രീസസ്. ഇവിടെ എന്താ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻകം എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നില്ല, കമ്മോഡിറ്റിയുടെ പ്രൈസിലാണ് മാറ്റം സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ കമ്മോഡിറ്റി എക്സ് എന്ന് വിചാരിക്കുക. കമ്മോഡിറ്റി എക്സിൻ്റെ പ്രൈസ് കുറയാണെന്നുണ്ടെങ്കിൽ ഇൻകം കൂടുമെന്നാണ് പറയുന്നത്, അല്ലേ? ഫോർ എക്സാമ്പിൾ, അയാൾ 5 രൂപയ്ക്കൊരു പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അയാളുടെ ഇൻകത്തിൽ ചേഞ്ച് വരുന്നില്ല, 5 രൂപ കൊടുത്തിട്ടാണ് ഒരു കമ്മോഡിറ്റി അയാൾ പർച്ചേസ് ചെയ്ത് തരുന്നത്. ഇപ്പോൾ കമ്മോഡിറ്റിയുടെ പ്രൈസ് 3 റുപ്പീസായി. അപ്പോൾ അയാളുടെ കയ്യിൽ ഇൻകം ഉള്ളത്, സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 10 റുപ്പീസാണ് അയാളുടെ കയ്യിൽ ഇൻകം ഉള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, 5 റുപ്പീസ് അയാൾ സ്പെൻഡ് ചെയ്തു അയാളുടെ പ്രോഡക്റ്റ് മേടിക്കാനായിട്ട്. ഇപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3 റുപ്പീസാണ്. അപ്പോൾ 5 റുപ്പീസ് ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ആയിരുന്നപ്പോൾ അയാളുടെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്നത് 5 റുപ്പീസാണ്. ഓക്കെ, പ്രൈസ് ഇപ്പോൾ റെഡ്യൂസ് ചെയ്തപ്പോൾ 3 റുപ്പീസിലേക്ക് 5 എന്നുള്ളത് 3 ആയപ്പോൾ ഇയാളുടെ കയ്യിൽ ഉള്ള പൈസ 5 എന്നുള്ളത് 7 ആയി. ഓക്കെ, അപ്പോൾ ഇൻകം എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ദെൻ ദി കൺസ്യൂമർ വുഡ് ഷിഫ്റ്റ് ടു ഹയർ ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാൾ ഇൻഡിഫറൻസ് കർവിൽ ഹയർ ലെവലിലേക്കാണ് വരുന്നത്. ഓൺ ദി അതർ ഹാൻഡ്, ഇഫ് ദ പ്രൈസ് ഓഫ് എ ഗുഡ് റൈസസ്, ഇപ്പോൾ ഇനി പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ റിയൽ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഫാൾസ്. നേരെ മറിച്ച് ഇയാൾ 5 രൂപ കൊടുത്ത് മേടിക്കുന്ന പ്രോഡക്റ്റിന് ഇപ്പോൾ 8 രൂപയായി എന്ന് വിചാരിക്കാം. അപ്പോൾ ഇയാളുടെ കയ്യിൽ ബാക്കിയുള്ളത് 2 രൂപയുള്ളൂ. നേരത്തെ 5 രൂപയും 7 രൂപയും ഉണ്ടായിരുന്നു, ഇപ്പോൾ 2 രൂപയുള്ളൂ. അപ്പോൾ അയാളുടെ കയ്യിലുള്ള ഇൻകത്തിന് എന്താ വന്നിട്ടുള്ളത്? കുറവാണ് സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? ലോവർ ഇൻഡിഫറൻസ് കർവിലേക്ക് അയാൾ ഷിഫ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി the equilibrium occurs at a point where the price or budget line touches the highest possible indifference curve. At this point, he buys OM quantity of X and ON quantity of Y. Suppose the price of X falls, now the real income of the consumer increases. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടുതൽ പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ്. സ്ലോപ്പ് അപ്പോഴും നമുക്ക് ഇറ്റ് വിൽ സ്ലൈറ്റ്ലി ചെറിയൊരു മാറ്റത്തോട് കൂടിയിട്ടായിരിക്കും സ്ലോപ്പ് വരിക. ദാറ്റ് ഈസ് വിത്ത് എവറി ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി എക്സ്, ദ പ്രൈസ് ലൈൻ ഷിഫ്റ്റ്. പ്രൈസ് ലൈൻ അതിനനുസരിച്ച് ഇൻകത്തിൻ്റെ എഫക്റ്റ് അനുസരിച്ച് പ്രൈസ് ലൈനിലും നമുക്ക് ചേഞ്ചസ് ഉണ്ടായിരിക്കും. ദിസ് കർവ് ഇസ് കോൾഡ് പ്രൈസ് കൺസംഷൻ കർവ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്രൈസ് ഓഫർ കർവ് എന്നുള്ളതും നമ്മൾ ഇതിൽ പറയാറുണ്ട്. അപ്പോൾ എത്ര രൂപയ്ക്കാണ് അല്ലെങ്കിൽ എത്ര വരിക്കാണ് നമുക്ക് ചിലവാക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നമുക്കതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി
deriving demand curve from നമ്മുടെ പ്രൈസ് കൺസംഷൻ കർവ്. ഓക്കെ, പ്രൈസ് കൺസംഷൻ കർവെന്ന് എങ്ങനെയാണ് ഡിമാൻഡ് കർവ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. The PCC, that is price consumption curve, shows the effect of a change in the price of a commodity on its demand. Still it fails to relate the price with the quantity demanded. This means that it does not show price എന്നുള്ളതാണ്. But the demand curve represents the price demand relationship. സോ ഇവിടെ നമുക്ക് എത്ര രൂപയാണ് കുറയുന്നത്, എത്ര രൂപയാണ് കൂടുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ് നമുക്കതിൽ കാണിക്കുന്നത്. അപ്പോൾ പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പാണ് അതിൽ ഇഫ് പ്രൈസ് ഗോസ് ഡൗൺ ചിലപ്പോൾ നമ്മൾ കൂടുതൽ പർച്ചേസ് ചെയ്യാം. ഇനി അത് ഇൻഫീരിയർ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ സുപ്പീരിയർ ഗുഡ്സ് പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ്. Suppose a consumer has two commodities X and Y and price of X falls. He has rupees 10 with him. Suppose the price of X is rupees 2 and that of Y is 1. He can buy either 5 units of X and 10 units. നമുക്ക് എന്ത് കോമ്പിനേഷൻ ആണ് നമ്മൾ ബെസ്റ്റ് കോമ്പിനേഷൻ? ഒന്നെങ്കിൽ നമുക്ക് എക്സ് നമ്മുടെ പ്രൈസിൽ എന്തെങ്കിലും മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് കൂടുതൽ മേടിക്കാം, അല്ലെങ്കിൽ വൈ എന്ന പ്രോഡക്റ്റ് നമുക്ക് കുറവ് മേടിക്കാം. നോർമലിനേക്കാളും കുറവ് മേടിച്ചിട്ട് കൂടുതലായിട്ട് നമുക്ക് എക്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഏതാണോ ഇൻഫീരിയർ നമ്മൾ അതിനേക്കാളും എന്താ പറയുക സുപ്പീരിയർ ആയിട്ടുള്ള പ്രോഡക്റ്റിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, so by plotting the optimum quantities of X and the OX axis and the corresponding prices of commodity, we get the demand curve. അപ്പോൾ ഏറ്റവും ബെറ്റർ പ്രൈസിന് നമുക്ക് മാക്സിമം പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കാവുന്നത് ഏത് ലൈനാണ് ക്രോസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഡിമാൻഡ് കർവ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, when we get price and demand we can derive the demand curve. അപ്പോൾ നമുക്ക് പ്രൈസും അതേപോലെ തന്നെ ഡിമാൻഡ് നമ്മൾ എത്രയാണ് മേടിക്കുന്നത് എന്നുള്ളതും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിമാൻഡ് കർവ് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഗ്രാഫ് ഇതിനോടൊപ്പം നോക്കിയാലാണ് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് കൺസംഷൻ കർവ് ആയാലും ഇൻകം ആയാലും പ്രൈസിൻ്റെ കൺസംഷൻ കർവ് ആയാലും. അപ്പോൾ എങ്ങനെയാണ് ജസ്റ്റ് ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇൻകം കൺസംഷൻ കർവ് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൻ്റെ ഇൻകത്തിൽ വരുന്ന ചേഞ്ച് കൊണ്ട് എങ്ങനെയാണ് പർച്ചേസിങ് ക്വാണ്ടിറ്റിയിൽ വ്യത്യാസങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. സെക്കൻഡ് തിങ് ഇസ് ഇൻകം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. കമോഡിറ്റിയുടെ പ്രൈസിലാണ് ചേഞ്ചസ് വരുന്നത്. കമോഡിറ്റി പ്രൈസസിൽ ഇഫ് ഹി ഈസ് ഹാവിങ് എനി ചേഞ്ചസ്, ഇഫ് ദാറ്റ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഇസ് ദാറ്റ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ പീപ്പിൾ മേ പർച്ചേസ് മോർ ദ സുപ്പീരിയർ ഗുഡ്സ്. ഇൻഫീരിയർ ക്വാണ്ടിറ്റി അപ്പോഴും അതിനേക്കാളും നോർമലിനേക്കാളും കുറവായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. സോ ഏത് കോമ്പിനേഷനാണ് അല്ലെങ്കിൽ ഏത് ഇൻകത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമുക്കതിൽ വരുന്നത്. ഓക്കെ, so that's it for today. So we'll see in the next class. Thank you.